ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ദാ ഇപ്പോൾ നമ്മുടെ ഓഫീസിലാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ജേർണലിസം ഫീൽഡ് വിട്ടത്? പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ജേർണലിസം ഫീൽഡ് വിട്ടിട്ട് ഈ ഒരു എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു എഡ്യൂ പ്ലാറ്റ്ഫോം മേഖലയിലോട്ട് മാറിയത്? ഇനി നിങ്ങൾ ജേർണലിസം ഫീൽഡിലോട്ട് തിരിച്ചു വരുമോ? അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം പിന്നെ ജേർണലിസം ഫീൽഡ് വിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് 10 വർഷമായി. ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു കയറുന്ന സമയത്തുണ്ടായിരുന്നൊരു ചാമ് അല്ലെങ്കിൽ ഫെയിം അതൊക്കെ കഴിഞ്ഞു. അതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം കഴിഞ്ഞു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വളരെ പ്രശസ്തയായിട്ടുള്ള ജേർണലിസ്റ്റ് ഒന്നും അല്ലായിരുന്നു. സാധാരണ മലയാള മനോരമയിലെ ഒരു സാധാരണ സബ് എഡിറ്റർ പോസ്റ്റിൽ ഇരുന്ന ഒരാളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജേർണലിസം ഫീൽഡിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത് ആ ഫീൽഡ് തരുന്ന ചില ചാമുണ്ട്. ഇപ്പം പിന്നെ ആങ്കേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്നത് അവർക്ക് അതില്ലാണ്ട് പറ്റത്തില്ല. അത് വിട്ടുപോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് പിന്നീട് ആ ലൈം ലൈറ്റ് ഇല്ലാതെ വരുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചർച്ചകൾ, പിന്നെ ന്യൂസ് ഡെസ്കിലെ ലൈഫ്, അത് ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവും. അതൊരു അഡിക്ഷൻ പോലെയാവും. അപ്പം അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പിന്നെ അവരാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിന്ന് പോകുന്നത്. സത്യം പറഞ്ഞാൽ ജേർണലിസം എന്ന് പറയുന്നത് അത്രയും പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മടുക്കാതെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് മടുത്തു തുടങ്ങി. പിന്നെ ഈ പറയുന്ന മാതിരി നമ്മൾ കാനഡയിൽ പോയി അവിടെ പോയിട്ട് MBA പഠിച്ച് വേറെ എന്തെങ്കിലും ജോലിക്ക് കയറാമെന്നുള്ളതായിരുന്നു ഒരു ഒരു ആംബിഷൻ എന്ന് പറയുന്നത്. അതേതായാലും നടന്നില്ല. ഇവിടെയെങ്കിലും MBA പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എനിവേ, അപ്പം അതാണൊരു റീസൺ. അപ്പം എനിക്ക് ഈ പറയുന്ന മോളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ രാവിലെ വെളുപ്പാങ്കാലത്തെ ഷിഫ്റ്റ്, രാത്രിയിലത്തെ ഷിഫ്റ്റ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. കുഞ്ഞല്ലേ, അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പ്രസവത്തെ തുടർന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ക്ഷീണം, തലവേദന, അങ്ങനെ മെയിനായിട്ട് ക്ഷീണമായിരുന്നു എനിക്ക്. ഒരു 6-7 മാസത്തോളമൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്ക് നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത മാതിരിയുള്ള ക്ഷീണമൊക്കെ ആയി. ഇപ്പം അതിനു മുമ്പ് വരെ ഞാൻ വളരെ ആക്റ്റീവായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് സ്റ്റോറികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ജേർണലിസ്റ്റായിരുന്നു. അപ്പം പെട്ടെന്ന് ആ ഒരു ഇതിലോട്ട് നമ്മൾ ആ ഒരു ക്ഷീണം ആ ഒരു ലെവലിലോട്ട് പോയപ്പോഴത്തേക്കും എനിക്ക് തന്നെ നമുക്കൊരു വിഷമം തോന്നി. പക്ഷെ നമ്മൾ ഇത്രയും സ്റ്റോറികളൊക്കെ ചെയ്തു. ഞാൻ പല ദിവസങ്ങളിലും 3 ബൈലൈൻ സ്റ്റോറികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ബൈലൈൻ സ്റ്റോറികളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആക്റ്റീവായിട്ട് നിന്ന ഒരാൾ പെട്ടെന്ന് നമുക്ക് പിന്നെ ഈ ഒരു പ്രസവത്തെ തുടർന്നിട്ട് നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കുറച്ച് കുറഞ്ഞ് പോകുന്ന പോലെയൊക്കെ തോന്നി. അപ്പോഴത്തേക്ക് എനിക്ക് സ്വയം ഒരു ഗിൽറ്റി ഫീലിങ്ങോ സങ്കടമോ അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങി. ഓക്കെ, അതാണ് ഒരു റീസൺ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയൊരു ഫെയിം അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ ജോലി ഇപ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിലും പിന്നെ ആൾക്കാർ വിചാരിക്കുന്ന പോലെ അങ്ങ് നമ്മൾക്ക് ചാനൽ ചർച്ചയിൽ നിൽക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. വളരെ സാധാരണ കാമൻ കോറ്റായിട്ട് പോകുന്നൊരു ജോലിയായിരുന്നു. അപ്പോൾ അത് മാറിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ റൈറ്റ് ബോർഡിൻ്റെ സ്റ്റോറി ഞാൻ പലവട്ടം പറഞ്ഞല്ലോ. വളരെ അവിചാരിതമായിട്ട് സംഭവിച്ചതാണ്. പിന്നീട് എനിക്കതിലൊരു സ്കില്ല് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഇതാണ് ഇനി തൊട്ട് എൻ്റെ വഴി എന്ന് ഞാൻ സ്വയം തിരഞ്ഞെടുക്കുകയായിരുന്നു. ശരിക്കും ഈ ഒരു ജേർണലിസം ഫീൽഡിൽ നിന്ന് ബിസിനസ് ഫീൽഡിലോട്ട് വന്നുകൊണ്ട് എനിക്ക് കുറേ ഗുണങ്ങളുണ്ട്. കുറേ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഓൺലൈൻ ജേർണലിസത്തിൽ നിന്നതുകൊണ്ട് പല 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 പ്രയോജനങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ്റെ ഒരു ട്രെൻഡ് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇപ്പോൾ നമ്മൾ ക്യാപ്ഷനൊക്കെ എഴുതുകയാണെങ്കിലും ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസ്, പോസ്റ്റേഴ്സ് അതൊക്കെ എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് വേറെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നും വന്നില്ല. നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം എൻ്റെ പിന്നെ ഈ ലീഡൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വിളിച്ച് കൺവേർട്ട് ചെയ്യുന്നവരുടെയൊക്കെ എൻ്റെ തന്നെയാണ്. അപ്പോഴത്തേക്കും അതിന് നമുക്ക് ഇൻഹിബിഷൻസ് ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതെനിക്ക് എൻ്റെ ജേർണലിസം കരിയറിൽ നിന്ന് കിട്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് സോഷ്യൽ സ്റ്റഡീസാണ്. സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഒരു ബേസ് എനിക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ എന്നാലും അത് കുട്ടികളെ ബോറടിപ്പിക്കാതെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ക്ലാസ്സുകൾക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്.
ബോറടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നല്ല രസമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ജേർണലിസം ഫീൽഡിൽ ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. എനിക്കിപ്പം ഒരു സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ സംസാരിക്കുന്ന പോലും സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല, എൻ്റെ പേപ്പറും ഇല്ല, ഒന്നുമില്ല. ഞാൻ നേരെ മൈക്കിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു അങ്ങനെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പവർ എനിക്ക്, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി എനിക്ക് കിട്ടിയത് ജേർണലിസം ഫീൽഡ് കൊണ്ടാണ്. പിന്നെ വേറൊരെന്ന് വെച്ചാൽ റിസർച്ച്. നല്ലൊരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിസർച്ചാണ്. റിസർച്ച് ചെയ്യാനുള്ളൊരു മനസ്സ്. ഇപ്പം ഞാൻ നിൽക്കുന്ന എഡ്യൂക്കേഷൻ സെക്ടറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൽ ഓരോ ദിവസവും മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ആകാനുള്ള ഒരു റിസർച്ച് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റി എനിക്ക് കൈവന്നത് പിന്നെ ജേർണലിസത്തിൽ നിന്നാണ്. നമുക്കൊരു സ്റ്റോറി ലൈനൊക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് റിസർച്ച് ചെയ്തിട്ടായിരിക്കും അത് എഴുതുന്നതൊക്കെ. അപ്പോൾ അതേ ഇത് തന്നെ ഞാൻ എൻ്റെ ഈ ഫീൽഡിലോട്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ജേർണലിസം പഠിച്ചതുകൊണ്ട് എൻ്റെ ബിസിനസ്സിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടുള്ള ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്ന് പറയുന്നത്. എനിക്ക് ജേർണലിസം പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധ നഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല, നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഡിജിറ്റൽ സ്കില്ലെന്ന് പറയുന്നത് മനോരമയിലെ ആ ഒരു ഓൺലൈൻ കാലഘട്ടത്തിൽ കിട്ടിയ ഒരു സ്കില്ലാണ്. അതിനെനിക്ക് മനോരമയ്ക്ക് 100 നന്ദി പറയണം. കാരണം എനിക്ക് തുടക്കത്തിൽ എനിക്ക് ഓൺലൈനിൽ ജോലി എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജേർണലിസം പഠിച്ചത് പത്രപ്രവർത്തകയാകണം, അല്ലെങ്കിൽ മനോരമ പത്രത്തിൽ ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടായിരുന്നു. അപ്പം അത് കിട്ടിയില്ല. അത് കിട്ടാതെ പിന്നെ ഈ പറയുന്ന ഓൺലൈനിലോട്ട് കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് തുടക്കത്തിൽ ഭയങ്കര ദേഷ്യമായിരുന്നു, എനിക്ക് ഭയങ്കര നിരാശയൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ ഇപ്പം ആ ഓൺലൈൻ സ്കില്ലാണ് നമ്മുടെ റൈറ്റ് ബോർഡിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. ഈ ഒരു 10 വർഷം നീണ്ട ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. അപ്പം എല്ലാം കൊണ്ടും എനിക്ക് എൻ്റെ ഈ ഒരു കരിയർ ഭയങ്കര ഗുണങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ജേർണലിസം ഫീൽഡിലോട്ട് ഇനി തിരിച്ച് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജേർണലിസം ഫീൽഡിൽ സാലറി ഭയങ്കര കുറവാണ്. വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര സാലറി കുറവാണ്. ഇപ്പോൾ എനിക്ക് മനോരമയിൽ ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്കൊരു 43-45 സാലറി ഉണ്ടായിരുന്നു. അത് മനോരമ പോലൊരു കമ്പനി ആയതുകൊണ്ടാണ് എനിക്ക് അത്ര കിട്ടിയത്. പക്ഷേ ഇനി ഞാൻ വേറെ അതിലോട്ട് കയറുമ്പോഴത്തേക്കും അത്ര സാലറി കിട്ടുമെന്നുള്ള ഉറപ്പൊന്നുമില്ല. സാലറി കിട്ടത്തില്ലെന്ന് മാത്രമല്ല, നല്ല പോലെ പണിയുണ്ട്, ഇഷ്ടം പോലെ പണിയുണ്ട്. ആ പണി ഞാനിപ്പം എൻ്റെ സ്വന്തം സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് തന്നെയല്ലേ ഗുണമുണ്ടാകും. നമ്മൾ ഇത്രയും റൈറ്റ് ബോർഡിനെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാനത് ഇട്ടെറിഞ്ഞിട്ട് ഇനിയും വേറൊരു ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ പറ്റുമെന്ന് തോന്നില്ല. അപ്പം അതൊക്കെ വഴിയെ നോക്കാം. എന്തായാലും നിലവിലിപ്പം വേറൊരു ജോലിക്ക് പോകാമെന്ന് പറയുന്നത് എൻ്റെ മനസ്സിലില്ല. കാരണം പ്രത്യേകിച്ചും എൻ്റെ പിന്നെ നമ്മളെ വിശ്വസിച്ച് വന്നിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ പ്രീ ബോർഡ് എക്സാമും പിന്നെ അവരുടെ ബോർഡ് എക്സാമിനും ഒക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ മേലുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അത് ഇട്ടിട്ടൊന്നും പോകുമെന്ന് തോന്നില്ല. പിന്നെ നമുക്കറിയത്തില്ല വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതാ പിന്നെ സ്വന്തമായിട്ട് എന്തുകൊണ്ട് മീഡിയ തുടങ്ങിയില്ല. സ്വന്തമായിട്ട് മീഡിയ തുടങ്ങാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് വിചാരിക്കുന്ന പോലല്ല, നല്ല പണിയാണ്. നല്ല പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പരസ്യം വേണം. പരസ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ മീഡിയയ്ക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ മീഡിയകളുണ്ട്, ഇഷ്ടം പോലെ മീഡിയകൾ. അപ്പം എല്ലാവർക്കും കൂടെ എവിടെ നിന്ന് പരസ്യം കിട്ടാനാണ്? അതനുസരിച്ചിട്ട് കോമ്പറ്റീഷനും ഉണ്ട്. നമുക്ക് ഒരു വാർത്താ ദാരിദ്ര്യമുള്ള സമയമാണ്. ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന വാർത്ത തന്നെയാണ് വേറെ ആളും കോപ്പി അടിച്ചിട്ട് ചെയ്യുന്നത്. അപ്പം പിന്നെ ഒരു മാധ്യമം കൂടെ തുടങ്ങിയിട്ട് എന്തിനാണ് വെറുതെ ഈ കോപ്പിയടി പരിപാടി ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് അതിലോട്ട് പോകുമായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇതാണ്, റവന്യൂ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ആണ് അതിൻ്റെ ഒരു ഇത്. നമുക്കിവിടെ നാട്ടിൽ ഇഷ്ടംപോലെ നല്ല നല്ല പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, മാതൃഭൂമി, മനോരമ, എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വെറുതെ ഒന്നും കൂടെ തുടങ്ങി എൻ്റെ ടൈമും എൻ്റെ എനർജി ഞാൻ കളയണ്ടല്ലോ, അതുകൊണ്ടും കൂടാണ് തുടങ്ങാത്തത്. അപ്പം ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ വ്ളോഗ് വരുന്നുണ്ട്, അതെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നതിന് വരെ ബൈ ബൈ.